ഇലക്ഷൻ വരികയല്ലേ. അപ്പോൾ ഈ ഇലക്ഷനിൽ BJP എന്താ പ്രതീക്ഷിക്കുന്നത്? ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കുമോ? അല്ല, അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഒരു സ്പീഡ്, കാരണം ഇത് ആധുനിക കാലഘട്ടമാണ്. നമ്മൾ ലോകത്തിൻ്റെ മുന്നേറ്റത്തിൽ വളരെ സ്പീഡായിട്ട് വിവിധ രാജ്യങ്ങൾ കൈകോർത്ത് മുന്നേറുന്ന ഒരു സമയത്ത് ഞാൻ രാജ്യത്തെ മാറ്റും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ സ്വന്തം പാർട്ടിക്കാരോട് പോലും പറഞ്ഞ ഒരു പ്രധാനമന്ത്രി, നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഓരോ ചുവടും മുന്നേറുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ലാളിത്യമാണെന്നും നിങ്ങൾ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്നും നാടിൻ്റെ കാവൽക്കാരായിട്ട് മാറണമെന്നും ഓരോ മുഖ്യമന്ത്രിയോടും ക്യാബിനറ്റ് മിനിസ്റ്റർമാരോടും ദേശീയ നിർവാഹക സമിതി അംഗങ്ങളോടും അഖിലേന്ത്യാ ഭാരവാഹികളോടും അടിക്കടി നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കേരളത്തെയും നോക്കിക്കാണുക. അങ്ങനെയുള്ള കേരളത്തിൽ അധികാരം എന്ന് പറയുന്നത് ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയ്ക്ക് എന്നതിലുപരി നാടിൻ്റെ വളർച്ചയ്ക്ക് എന്നുള്ള സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ സിഗ്നലുകൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നിങ്ങൾ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടാൽ മതി എന്നും നിങ്ങളങ്ങനെ നിയമസഭയിലൊന്നും അകത്ത് കയറാൻ പ്രാപ്തരല്ലെന്നും നിങ്ങൾക്കൊരിക്കലും കേരളത്തിൽ ഒരു MP-യെ സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്നും. അതിൽ ശബ്ദമുണ്ടോ? അപ്പൊ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് പറയണ്ടേ? അല്ല, അതുകൊണ്ടൊരു ഉപകാരം വേണ്ടേ? ഓൺലൈൻ പോവുകയാണെങ്കിൽ നിങ്ങളൊരു MP സീറ്റിലും വിജയിക്കാൻ പ്രാപ്തരല്ലെന്നും BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയഗതികളെ കേരളം സ്വീകരിക്കാൻ സാധ്യതയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ബ്ലോക്ക് എന്നതിലുപരി ആശയപരമായിട്ടുള്ള ഒരു ബ്ലോക്ക് BJPയുടെ മുന്നിൽ വയ്ക്കുക. BJP മുന്നോട്ട് വയ്ക്കുന്ന ഏത് വസ്തുനിഷ്ഠമായ കാര്യത്തെയും എതിർക്കുന്ന കാര്യത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും കേരള നിയമസഭയിൽ ഒന്നായി വർത്തിക്കുക. അപ്പം ഇതിനെ മാറ്റാൻ BJPക്ക് സാധിക്കും എന്ന് ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ 75,000 വോട്ടിന് ജയിച്ചു. കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് പോയാൽ 1.80, 3 ലക്ഷത്തിലധികമായി. പക്ഷേ 15,000 വോട്ട് എണ്ണാൻ പറ്റിയില്ല. കായംകുളത്തെ 3 ബൂത്തും ഹരിപ്പാടിലെ 3 ബൂത്തും ഉൾപ്പെടെ 15,000 വോട്ടുകൾ പെട്ടിക്കകത്ത് കിടന്നു. അത് VVPAT പോലും എണ്ണി തന്നില്ല. അതുമായിട്ട് കുറേ നാൾ ഞാൻ മല്ലടിച്ചു. പക്ഷേ അവർ ഒരു സിഗ്നേച്ചർ, സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ചീഫ് ഏജൻറ്റിൻ്റെ സിഗ്നേച്ചറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെക്കൊണ്ടോ ഒരു സിഗ്നേച്ചർ ഇടിയിപ്പിച്ച് എങ്ങനെയോ എൻ്റെ 15,000 വോട്ടുകൾ എണ്ണാതെ നോക്കി. അപ്പം ഞാൻ 3 ലക്ഷത്തിൽ നിന്നു. അത് ആലപ്പുഴയിൽ സംഭവിച്ചു. അത് ഇടതുപക്ഷത്തിന് വളരെ വേരോട്ടമുള്ള, എത്രയോ ക്യാബിനറ്റ് മിനിസ്റ്റർമാരെ സൃഷ്ടിച്ച, മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ച ഒരു ജില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ആറ്റിങ്ങലിൽ പോകുമ്പോൾ ആറ്റിങ്ങലിലും ജയത്തിനോട് അടുത്തെത്തി. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് അല്ലാതെ പല പ്രദേശങ്ങളിലും BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആശയപരമായിട്ടല്ലാത്ത, എന്നാൽ അവരുടെ ആശയത്തെ ശരിയെന്ന് വെക്കുന്ന രീതിയിലുള്ള ബ്ലോക്കിനെ
മറികടക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പരിധി വരെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആളുകളോട് കൺവേ ചെയ്യുന്നത്, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തോ ഒരു 4 സ്ഥലത്തോ അക്കൗണ്ട് തുറക്കാൻ സഹായിക്കണം എന്നല്ല. ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും കേരളത്തിലേക്ക് കൊണ്ടുവരാനും കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വികാസം കേരളത്തിനുണ്ടാക്കാനും അതിന് അനുസൃതമായ രീതിയിൽ കേരളത്തെ പാകപ്പെടുത്താനും ഞങ്ങൾക്കൊരവസരം തരണം എന്ന് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കും. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ഒരു ഡബിൾ എൻജിൻ സർക്കാർ, അത് പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചതുപോലെ ത്രിപുരയിൽ ബിപ്ലവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ 2.5% വോട്ടിൽ നിന്ന് അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ, ജനങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് ഇവിടെ ഭരിക്കാത്ത പാർട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്രയോ വർഷം ഭരിച്ചു, UDF വളരെ വർഷങ്ങൾ ഭരിച്ചു. എന്നാൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാതെ പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് അവർ 2 കൂട്ടരാണ്. ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നു, ഞങ്ങൾക്ക് ഭരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കേരള നിയമസഭയിൽ ഞാൻ ഉൾപ്പെടെ 6 പേരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതാണ്. ജനം ആഗ്രഹിച്ചു ജയിക്കണമെന്ന്. ജനം ആഗ്രഹിച്ചത് കൊണ്ടാണ് കഴക്കൂട്ടത്ത് ഒരു ഉദാഹരണം പറയുകയാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയുക 1-to-1 ആൻസർ എനിക്കറിയില്ല. ഞങ്ങൾ കഴക്കൂട്ടത്ത് ഞാൻ മത്സരിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അവിടുത്തെ എൻ്റെ, അതായത് BJPയുടെ രാഷ്ട്രീയ പ്രതിയോഗി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ കരുതി കടകംപള്ളിയെപ്പോലെ തന്നെ സ്റ്റേച്ചറുള്ള ഒരു ലീഡർ, കടകംപള്ളി ചെയ്തത് തെറ്റാണ് എന്നുള്ള വാക്കിനടിയിൽ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, കടകംപള്ളിയെപ്പോലെ 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എതിരായിക്കൊണ്ട് കോൺഗ്രസ് നിർത്തിയത്, കോൺഗ്രസിൽ കേരളത്തിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളെ ആകും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് മനഃപൂർവ്വം 3-ാം സ്ഥാനത്ത് പോകാൻ വേണ്ടി അവരവിടെ ഒരു രാഷ്ട്രീയ തന്ത്രം മെനഞ്ഞു, അവിടെ 2-ാം സ്ഥാനത്ത് വന്നു. ഇത് തന്നെ മഞ്ചേശ്വരത്തും ഉണ്ടായി, ഇത് തന്നെ ശ്രീമാൻ കുമ്മനം രാജശേഖരൻ്റെ മണ്ഡലത്തിലും ഉണ്ടായി. അപ്പോൾ 7 പേർ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്ത് വന്നു. അതിൻ്റെ 5 കൊല്ലം മുമ്പ് ഞാൻ പോയത് പാലക്കാട്ടേക്കാണ്. എനിക്ക് എൻ്റെ അനുഭവം എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കി ഞാൻ പറയുന്നത് ഞാൻ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് തൊട്ട് മുമ്പ് ഞാൻ പാലക്കാടാണ് പോയത്. അപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അവിടെ അവർ കോൺഗ്രസ് ഷാഫി പറമ്പലിനെ നിർത്തി യുവ നേതാവാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ശക്തനായ ഒരാളെ തന്നെ നിർത്തി, NN കൃഷ്ണദാസ്. അദ്ദേഹം 10 വർഷത്തിലധികം പാർലമെൻറ്റേറിയനായിരുന്നു, അനുഭവജ്ഞാനമുള്ള ഒരാളായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുൻപ് അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ കാണാനേ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കളം BJP നിറഞ്ഞു, BJPക്ക് ജയിക്കാവുന്ന ഒരു ട്രെൻഡ് വന്നു. അപ്പോൾ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടി തീരുമാനിച്ചു തൽക്കാലം ഏതെങ്കിലും ഒരാൾ മതി. അവിടെ പരാജയപ്പെട്ടു. ഈ ഞാൻ പരാജയപ്പെടുന്ന അതേ സമയത്ത് തന്നെ എൻ്റെ 6 കൊളീഗ്സും പരാജയപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് സണ്ണി ജോസഫ് പറഞ്ഞതും ശ്രീമാൻ പിണറായി വിജയൻ പറഞ്ഞതും ഒരേ തരത്തിലായിരുന്നു. ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞതും അതുപോലെ തന്നെയായിരുന്നു. BJP വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതി ക്രമങ്ങളും കാലാകാലമായിട്ട് ഞങ്ങളിവിടെ ചെയ്യും. എന്നാൽ അതെന്തുകൊണ്ട് ഓപ്പണായിട്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ, ഞങ്ങൾ ജയിക്കണമെന്ന് കേരള രാഷ്ട്രീയത്തിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, ഞങ്ങൾ ജയിക്കരുത് എന്ന് 2 മുന്നണികളും ആലോചിക്കുകയും അവർ ആളുകളുടെ മുന്നിൽ പറഞ്ഞ വാക്കിൽ വെള്ളം ചേർക്കുകയും കൈപ്പത്തിക്കാരന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ ചുറ്റിക നക്ഷത്രക്കാരന് കൈപ്പത്തി ചിഹ്നത്തിലും വോട്ട് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ വൈകിപ്പോയി. അപ്പോൾ ജനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനമെടുത്ത ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് പോലെ തന്നെ വരാൻ പോകുന്ന നാളുകളിൽ കേരള നിയമസഭയിൽ ധാരാളം ആളുകൾ ഞങ്ങൾ വിജയിച്ച് എത്തും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ തീരുമാനമായിട്ടില്ല.
BJP വിജയിച്ചെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി LDFും UDFും കൈകോർത്ത ഒരുപാട് ഇൻസ്റ്റൻസസ് നമ്മുടെ മുന്നിലുണ്ട്. അത് ഇനിയും ആവർത്തിക്കില്ലേ അതുപോലെ തന്നെ? അതോടുകൂടി അങ്ങനെ സംഭവിച്ചാൽ, ഇപ്പം ഇതുവരെ ചെയ്തത് അപൂർവം ചില ഇടങ്ങളിലാണ്. ഇപ്പം ഞങ്ങൾ 30 സ്ഥലത്ത് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 30-ലധികം വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് 30,000-ൽ കൂടുതൽ വോട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവിടെ ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ മുൻപുള്ളതും നമ്മൾ പരിശോധിക്കപ്പെടും. അത് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെടുത്തും. അതിനനുസൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആയിരിക്കും ഞങ്ങൾ ഇത്തവണ ചെയ്യുക. അതിനു മുൻപ് ചില ഇൻസിഡൻറ്റുകൾ പഞ്ചായത്ത് തലത്തിൽ നടന്നത് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. ഇപ്പം തന്നെ ഞാൻ കായംകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് പഞ്ചായത്ത് തലത്തിൽ ഒരു ഏകീകരണം ഉണ്ടായി. കാരണം 49,000 വോട്ടാണ് അവിടെ എണ്ണിയ വോട്ട് എനിക്ക് കിട്ടിയത്. കുറച്ച് വോട്ട് കൂടുതൽ, 1000 സംതിങ് വോട്ട് വേണുഗോപാലിന് കൂടുതൽ കിട്ടി ആ മണ്ഡലത്തിൽ. ഹരിപ്പാടും അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ അവിടെ ആ 15,000 എണ്ണാത്ത വോട്ടും അതിൽ എന്തായാലും ഒരു 3,000 വോട്ട് എത്ര കുറച്ചാലും BJPക്ക് ഉണ്ട്. ആ കായംകുളം നിയോജകമണ്ഡലത്തിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്കാർ ജയിക്കരുത് എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും പല സ്ഥാനമാനങ്ങളിലും LDFും UDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർ അവിടെ പോസ്റ്റുകൾ പിടിക്കുന്നത് കണ്ടു. ഇത് ഞങ്ങൾ പ്രചരണമാക്കും കേരളം മുഴുവൻ. അങ്ങനെ പ്രചരണമാക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി കാലം ഇത്രയും പരിശ്രമിച്ച എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആശയഗതികളോട് താല്പര്യമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമൂഹത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വികസനത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറെന്നുള്ള ചിന്തയിലേക്ക് 2 പാർട്ടിയിലെയും നന്മ ആഗ്രഹിക്കുന്നവർ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഉപകാരമായിട്ടാണ് മാറാൻ പോകുന്നത്.